ഹലോ ഫ്രണ്ട്സ്, പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പി ഉണ്ടായാലോ ഇന്ന്. അതിനു വേണ്ടിയിട്ട് ബീൻസ്, ഉരുളക്കിഴങ്ങ്, തക്കാളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞി പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാനൊരു കുക്കറിൽ ആവശ്യത്തിന് ഓയിലും ഒരിത്തിരി ഗീയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. സ്പൈസസ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 1 by 1 ആയിട്ട് അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഉള്ളി, അതിനുശേഷം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയായിട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ബിരിയാണി റൈസിൻ്റെ അരിയാണ് എടുക്കേണ്ടത്. നമുക്കിവിടെ അതിന് ബുള്ളറ്റ് റൈസ് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ആ അരി ഞാനൊരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു റൈസിനൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് റൈസിനൊരു പച്ച കളറ് കിട്ടണമെങ്കിൽ കുറച്ച് മല്ലിയില അരച്ചതില്ലേ, അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ റൈസ് പച്ച കളറായിട്ട് വരും. അതിനുശേഷം ഞാൻ കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ടാമത്തെ വിസിലും കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് നമ്മളെ റൈസ് റെഡിയാവും കേട്ടോ. അതിലിടയ്ക്ക് ഞാൻ സോയാബീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചായിരുന്നേ. അതിനെ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റൈസിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ടൈം സോയാബീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ള സോയാബീൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി എന്താ, നമ്മളതിനെ സെർവ് ചെയ്യുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതിൻ്റെ ഒന്നിച്ച് നമ്മളെ ഈ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഇല്ലേ, അതായത് പുളിനാരങ്ങ ഒഴിച്ചിട്ടില്ലേ, ആ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.